എല്ലാവർക്കും ക്ലബ് മലയാളത്തിൻ്റെ മറ്റൊരു കുക്കിംഗ് വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് ഒരു വെറൈറ്റി ആയിട്ടുള്ള വിഭവമാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഉരുളക്കിഴങ്ങും ഗോതമ്പ് മാവും ചേർത്തുള്ളൊരു വിഭവമാണ്. നമുക്ക് ചപ്പാത്തി പോലെ പരത്തിയിട്ട് ഉണ്ടാക്കാവുന്ന ഒരു വിഭവമാണിത്. അപ്പോൾ എല്ലാവർക്കും കുക്കിംഗ് വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ആദ്യം നമുക്ക് ഫില്ലിംഗ് ഉണ്ടാക്കാൻ നോക്കാം. അതിനായിട്ട് ഞാൻ 1/2 കിലോ ഉരുളക്കിഴങ്ങ് പുഴുങ്ങി ചൂടോടെ തന്നെ തൊലി കളഞ്ഞ് എടുത്തിട്ടുണ്ട്. അതിലേക്ക് 2 തക്കാളി ചെറുതായി എരിഞ്ഞത് ഇട്ട് കൊടുക്കാം. പിന്നെ 1 സവാള ചെറുതായി എരിഞ്ഞത് ഇട്ട് കൊടുക്കണം. ഇനി 1 പച്ചമുളക് ചെറുതായി എരിഞ്ഞത് ഇടണം. ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതായി എരിഞ്ഞതും ഇട്ട് കൊടുക്കണം. പിന്നെ മല്ലിയിലയും വേപ്പിലയും ചെറുതായി എരിഞ്ഞതും ഇട്ട് കൊടുക്കുക. ഇനി നമുക്ക് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂൺ മുളക് പൊടി, ഉപ്പ് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുത്ത് നന്നായി മിക്സാക്കി ഉടച്ച് എടുക്കണം. നല്ല ഉരുളക്കിഴങ്ങിൻ്റെ ചൂടോട് കൊണ്ട് തന്നെ ഇതിലെ മറ്റു മസാലകളും വെന്തെടുക്കും. ഇപ്പോൾ ഞാൻ ഉരുളക്കിഴങ്ങും മറ്റുള്ള കൂട്ടുകളും നന്നായി പൊടിച്ച് ഉടച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഇത് ഉരുളക്കിഴങ്ങിൻ്റെ ആ ചൂട് കൊണ്ട് തന്നെ മറ്റുള്ള സാധനങ്ങളും വെന്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കിത് രണ്ടാമതൊന്നും വേറെ വേവിച്ചെടുക്കേണ്ട ആവശ്യമില്ല. ഇനി ഇതിപ്പോൾ നമുക്കിനി ചപ്പാത്തി പരത്തിയിട്ട് അതിൻ്റെ ഉള്ളിൽ വെച്ച് ഫില്ല് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ചപ്പാത്തി പരത്താം. ഇത് ചപ്പാത്തിയുടെ അത്രയ്ക്ക് വലുപ്പത്തിൽ പരത്തണ്ട, ചെറുതായി പരത്താം. ഇതിൽ ഞാനിപ്പോൾ ഗോതമ്പ് മാവാണ് എടുത്താക്കണേ. അതിൽ ചൂടുവെള്ളവും കുറച്ച് ഇളം ചൂടോട് കൂടിയുള്ള പാലും പിന്നെ ഉപ്പും ചേർത്തിട്ടുണ്ട്. അങ്ങനെ കുഴച്ച് വെച്ചേക്കണം. ഇത് നമുക്ക് ചെറിയ ബോളുകളാക്കിയിട്ട് ഉരുട്ടി എടുത്ത് പരത്തിയെടുക്കാം. അധികം ചപ്പാത്തിയുടെ അത്രയ്ക്ക് വലുപ്പത്തിൽ പരത്തണ്ട. ഇതുപോലെ ചപ്പാത്തിയുടെ അത്രയ്ക്ക് വലുപ്പത്തിൽ വേണ്ട, ഇതുപോലെ ചെറുതായിട്ട് പരത്തി. അപ്പോൾ നമുക്ക് മാവ് ഇതുപോലെ പരത്തിയിട്ട് ഇതിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് ഫില്ലിങ് വയ്ക്കാം. 1 ടീസ്പൂൺ മസാല വെച്ചിട്ട് ഇത്തിരി കൂടി ചെറുതായിട്ട് മസാല വെച്ച് നമുക്ക് ഇതൊരു ട്രയാങ്കിൾ ആകൃതിയിൽ മടക്കാം. മടക്കി നമുക്ക് കണ്ടോ, ഇതേ ആകൃതിയിൽ മടക്കി എടുക്കാം. ഇനി നമുക്കിത് കുക്ക് ചെയ്തെടുക്കാം. അതിനായിട്ട് ഫ്രൈങ് പാൻ അടുപ്പത്ത് വെച്ച് ചൂടാകുമ്പോൾ നമുക്ക് നെയ്യ് ഇട്ട് കൊടുക്കാം. നെയ്യ് നിർബന്ധമില്ല, നെയ്യില്ലെങ്കിൽ വെളിച്ചെണ്ണ ആയാലും കുഴപ്പമില്ല. നെയ്യാകുമ്പോൾ കുറച്ചുകൂടി ടേസ്റ്റി ആയിരിക്കും. നമുക്ക് ഇതിലേക്ക് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. നമുക്കിത് മറിച്ചിട്ട് കൊടുത്ത് ചെറിയ തീയിൽ വേവിച്ചെടുക്കാം. ഒക്കെ വെന്ത് വന്നിട്ടുണ്ട്. ഇതിപ്പോൾ നമുക്ക് ഏകദേശം വെന്തിട്ടുണ്ട്. നമുക്കിനി ഇത് പാത്രത്തിലേക്ക് മാറ്റാം. ഇപ്പോൾ നമ്മുടെ ഡിഷ് റെഡി ആയിട്ടുണ്ട്. ആ നെയ്യൊക്കെ ഇട്ടേക്കൊണ്ട് നെയ്യുടെ എല്ലാത്തിൻ്റെയും നല്ലൊരു മണം വരുന്നുണ്ട്. അപ്പോൾ നമുക്കിത് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ അല്ലെങ്കിൽ വൈകിട്ട് ചായയുടെ കൂടിയോ എപ്പോൾ വേണമെങ്കിൽ നമുക്ക് കഴിക്കാവുന്നതാണ്. വേറെ കറിയൊന്നും നമുക്ക് ആവശ്യമില്ല ഇതിൻ്റെ കൂട്ടത്തിൽ, മസാല ഉള്ളതിൻ്റെ പേരിൽ. അപ്പോൾ എല്ലാവരും ഇതെന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ അതുപോലെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഷെയർ ചെയ്യുക. ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ദയവായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ മറ്റൊരു ദിവസം മറ്റൊരു കുക്കിംഗ് വീഡിയോയുമായി കാണാം. അതുവരെ ഗുഡ് ബൈ.